കേസ് മെയിൻസ് എക്സാമിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 300 മാർക്ക് ടോട്ടൽ വരുന്ന ഈ ഒരു എക്സാമിൽ 100 മാർക്ക് 100 മാർക്ക് 100 മാർക്ക് എന്ന രീതിയിൽ 3 ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകൾ അഥവാ എഴുത്ത് പരീക്ഷകളാണ് മെയിൻസ് എക്സാമിനുള്ളത്. കഴിഞ്ഞ കേസ് എക്സാമിന് എത്രയായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് നിങ്ങൾക്കറിയാമോ? സ്ട്രീം 1കാർക്ക് ഇത് 138 മാർക്കായിരുന്നുവെങ്കിൽ സ്ട്രീം 2കാർക്ക് 113 മാർക്കും സ്ട്രീം 3കാർക്ക് 90 മാർക്കുമായിരുന്നു കട്ട് ഓഫ്. ഇതിനുശേഷം ഒരു കോമ്പറ്റീറ്റീവ് തലത്തിൽ PSC അത്തരം എഴുത്തു പരീക്ഷകൾ KS തലത്തിലൊന്നും നടത്തിയിട്ടില്ല എങ്കിലും ഇത്തവണത്തെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൂടുതൽ UPSC ആസ്പിരൻസ് KS എക്സാം എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. കൂടുതൽ PSC ആസ്പിരൻസ് അപ്ഗ്രേഡഡ് ആയിരിക്കുകയാണ്. അതായത് കോമ്പറ്റീഷൻ കൂടി എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ തവണത്തെ പോലെ അവസാന നിമിഷം വന്നുകൊണ്ട് ഒരു എഴുത്ത് പരിശീലന ഒരു പരീക്ഷ മാത്രം എഴുതിയെ കൊണ്ട് പാസ്സാകുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അവിടെ വേണ്ടത് തുടക്കം മുതൽ, ഞാൻ പറയുകയാണെങ്കിൽ നാളെ മുതൽ എഴുതിയുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതിയുള്ള പരിശീലനം തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ തലത്തിൽ ഞാൻ പറയട്ടെ, ഒരു 150 മുതൽ മുകളിലോട്ട് ഒരു 200 നിങ്ങൾ കട്ട് ഓഫ് പ്രതീക്ഷിച്ചോ ഇനി വരുന്ന സമയത്ത്. അതായത് 150ൻ്റെയും 200ൻ്റെ ഇടയിലോട്ട് കട്ട് ഓഫ് ഉയരുന്ന സമയത്ത് എന്ത് സ്ട്രീം 1കാർക്ക് 2ക്കും 3ക്കും ഇതിന് ആനുപാതികമായുള്ള മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, ശക്തമായിട്ടുള്ള എഴുതിയുള്ള പരിശീലനം.